ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഞണ്ട് കൊണ്ടൊരു വെറൈറ്റി ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞണ്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. വെന്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെ നല്ല റെഡിഷ് കളറായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഞണ്ടിൽ നിന്നും മാംസം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഞണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയും മാംസം കേട്ടോ മാറ്റി കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കാര്യങ്ങൾ റെഡിയാക്കാം. എന്നിട്ട് വേണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പാൻ വെച്ച് ഓയിലെടുക്കാം. ഓയിലാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇച്ചിരി കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് സവാള ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഒന്ന് വേഗം വഴലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇച്ചിരി റെഡിഷ് കളർ ആകുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടി ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇച്ചിരി നേരവും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇച്ചിരി ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഞണ്ടിൻ്റെ മാംസം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴേക്കും നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മതി കേട്ടോ നമുക്ക് ഒരു ഇച്ചിരി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.